ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഈ ഭാഗം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എന്റെ പ്രിയന് ഫലവത്തായൊരു കുന്നിന്മേല് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അതിന് നന്നായി വേലി കെട്ടി അതിലെ കല്ലെല്ലാം പെറുക്കി കളഞ്ഞു. നല്ല വക മുന്തിരിച്ചെടി നട്ടു, ചക്ക് കുഴിച്ചിട്ടു, ഗോപുരം പണിതു. അങ്ങനെ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ശത്രു കടക്കാതിരിക്കാനുള്ള സുരക്ഷയെല്ലാം ഒരുക്കി, നല്ല പോലെ വേലി കെട്ടി, ഏറ്റവും നല്ല ഫലം കായ്ക്കുവാനായിട്ട് നല്ല മുന്തിരിച്ചെടി തന്നെ നട്ട് കർത്താവ് കാത്തിരിക്കുകയാണ്, നല്ല ഫലം കായ്ക്കും എന്ന് കരുതി. എന്നാൽ കർത്താവ് ദുഃഖത്തോടെ പറയുകയാണ്, പക്ഷേ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഈ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ഇസ്രായേൽ ഗൃഹവും അതിലെ നടുതല നല്ല മുന്തിരിച്ചെടി എന്ന് പറയുന്നത് യഹൂദ പുരുഷന്മാരും എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് നമ്മളോട് പറയുകയാണ്, നമ്മൾ ഓരോരുത്തരുമാണ് ആ മുന്തിരിച്ചെടി. നമ്മളെ ഉൾക്കൊള്ളുന്ന നമ്മുടെ വീടാണ് ആ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത്. നമ്മളെ ഓരോരുത്തരെയും ഓരോ കുടുംബങ്ങളിലാക്കി നല്ല മുന്തിരിച്ചെടിയായിട്ട് നട്ടുവെച്ചു. നമ്മുടെ കുടുംബത്തിൽ ആവശ്യമായ നന്മകളെ എല്ലാം കർത്താവ് തന്നു. നല്ല സമ്പത്ത് തന്നു, നല്ല മക്കളെ തന്നു, നല്ല ഭർത്താവിനെ തന്നു, നല്ല ഭാര്യയെ തന്നു, ആവശ്യമായതെല്ലാം തന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ശത്രുവായ സാത്താൻ നമ്മളെ കുടുംബങ്ങളിലേക്ക് കടക്കാതിരിക്കാനായിട്ട് കർത്താവ് സുരക്ഷിതമായ വേലി കെട്ടി. ആ വേലി കെട്ടിയതോ തന്റെ ജീവൻ ക്രൂശിൽ കൊടുത്ത് സാത്താനെ തോൽപ്പിച്ച് സാത്താന്റെ മേൽ ജയമെടുത്തിട്ട് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടക്കാതിരിക്കാനായിട്ട് നമ്മുടെ കുടുംബത്തിന് ചുറ്റും അവൻ നല്ല വേലി കെട്ടി തന്നു. എന്നാലോ കർത്താവ് ആഗ്രഹിച്ചത് നമ്മൾ നല്ല ഫലം കായ്ക്കും, കർത്താവിന് വേണ്ടി നല്ല മുന്തിരിങ്ങ കായ്ക്കും എന്ന് കരുതി കർത്താവ് കാത്തിരുന്നു. എന്നാൽ നന്ദി കെട്ടവരായ നമ്മൾ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രയെന്ന് ദുഃഖത്തോടുകൂടെ കർത്താവ് ഇവിടെ പറയുന്നു. നമുക്ക് ജീവിതത്തിൽ ആവശ്യമായ നന്മകളെ എല്ലാം തന്നെങ്കിലും, ആത്മീകവും ഭൗതികവുമായ നന്മകളെ തന്നെങ്കിലും പലപ്പോഴും നമ്മുടെ പ്രയോറിറ്റി മാറിപ്പോയി, നമ്മുടെ മുൻഗണന മാറിപ്പോയി. നമുക്ക് നന്മകളെ തന്ന കർത്താവിനെ മറന്നിട്ട്, സൃഷ്ടിതാവിനെ മറന്നിട്ട്, ഇസ്രായേൽ ഗൃഹത്തെ പോലെ യഹൂദ പുരുഷന്മാരെ പോലെ സൃഷ്ടിതാവിനെ മറന്നിട്ട് നമ്മൾ സൃഷ്ടിയെ അല്ലെങ്കിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളെ, നമ്മുടെ കുടുംബത്തിലെ നന്മയെ ഒക്കെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങി. എപ്പോഴും നമ്മൾ കർത്താവിനോട് പരാതി പറയുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം നമ്മുടെ കുടുംബത്തിന് നന്മയുണ്ടാകണം, സമ്പത്തുണ്ടാകണം, മക്കൾ നന്നായി പഠിക്കണം, അവർക്ക് നല്ല ജോലി കിട്ടണം. ഇങ്ങനെയൊക്കെയായി നമ്മുടെ പ്രാർത്ഥനകള് നമ്മൾ കാട്ടുമുന്തിരിങ്ങ കായ്ക്കുവാനായിട്ട് തുടങ്ങിയെന്ന് കർത്താവ് അതിദുഃഖത്തോടെ വ്യാകുലപ്പെടുന്നു. പലപ്പോഴും നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം സുരക്ഷിതമായിരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായിരിക്കുന്നതിന് കാരണം നമ്മുടെ അധ്വാനമാണ്. നമ്മൾ നല്ല ഭക്ഷണം കൊടുത്തത് കൊണ്ടാണ് അവർ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. നമ്മൾ പരിജ്ഞാനം പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിച്ചത്, അവര് നല്ല ജോലിയൊക്കെ കിട്ടി, അവരുടെ ജീവിതം സുരക്ഷിതമായത് എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. എന്നാൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഈ വേലി കർത്താവ് കെട്ടി തന്നതുകൊണ്ട്, തന്റെ ജീവൻ കൊടുത്ത് സാത്താനെതിരെ ജയമെടുത്ത് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തലമുറകൾക്ക് ചുറ്റും സുരക്ഷിതമായ വേലി കെട്ടി തന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കുടുംബം, കുഞ്ഞുങ്ങൾ ഒക്കെ സുരക്ഷിതമായിരിക്കുന്നത്. ഇങ്ങനെ സുരക്ഷിതമായിരിക്കുന്ന കുടുംബത്തിൽ നിന്ന് നല്ല മുന്തിരിച്ചെടിയായി നട്ട നമ്മള് നല്ല ഫലം കായ്ക്കും, നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കർത്താവ് കാത്തിരുന്നു. മാക്സിമം ചെയ്യാവുന്നതെല്ലാം കർത്താവ് ചെയ്തു, ചെയ്യാവുന്ന നന്മകളെല്ലാം ചെയ്തു. പക്ഷേ നമ്മൾ കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്നവരായാല് നമുക്ക് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് പറയുകയാണ്, കർത്താവിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ്. നമ്മൾ നിത്യജീവൻ കരസ്ഥമാക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരുവാൻ, ജീവനുള്ള ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്നവരാക്കുവാനായിട്ട് ദൈവം ഒരു കാര്യം ചെയ്യും എന്ന് ഇവിടെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ കുടുംബത്തിന്റെ സുരക്ഷ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ പ്രൊട്ടക്ഷൻ ആയിരിക്കുന്ന ആ വേലി പൊളിച്ചു കളയും. ഇയ്യോബിന്റെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇയ്യോബിന്റെ ചുറ്റുമുണ്ടായിരുന്ന വേലി ചെറുതായിട്ടൊന്ന് കർത്താവ് പൊളിക്കുവാനായിട്ട് സാത്താന് അനുവാദം കൊടുത്തപ്പോൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ തലമുറകളുടെ മേല് കർത്താവ് കെട്ടിയിരിക്കുന്ന വേലി, സുരക്ഷിതമായ വേലി, സാത്താൻ കടക്കാൻ
കടക്കാതിരിപ്പാൻ, അവരുടെ ജീവിതങ്ങളെ സാത്താൻ തൊടാതിരിക്കാൻ കർത്താവ് കെട്ടിയിരിക്കുന്ന വേലി പൊളിച്ചു കളഞ്ഞാല് എന്ത് സംഭവിക്കുമെന്ന് വചനം പറയുന്നു. ആ വേലി പൊളിച്ചാല് സാത്താൻ നമ്മുടെ കുടുംബങ്ങളിൽ കയറും, നമ്മുടെ തലമുറകളുടെ ജീവിതത്തിൽ കയറും, അതിനെ ചവിട്ടി മെതിച്ചു കളയുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ കുടുംബങ്ങൾ ശൂന്യമായി പോകും, നമ്മുടെ കലവറ ശൂന്യമായി പോകും, നമ്മുടെ സമ്പത്ത് ശൂന്യമായി പോകും. എത്ര അധ്വാനിച്ചാലും ഒന്നും കിട്ടാത്ത അവസ്ഥയുണ്ടാകുമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളോട് കർത്താവ് ആലോചന പറയുകയാണ്, ഒരിക്കലും നമ്മുടെ മുൻഗണന മാറിപ്പോകരുത്. നമ്മൾ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാകണം. സൃഷ്ടിതാവിനെ ആരാധിക്കണം, അല്ലാതെ സൃഷ്ടിയെ ആരാധിക്കരുത്. ദൈവം തരുന്ന നന്മകളുടെ അനുഗ്രഹങ്ങളുടെ പുറകെ പോകുകയും ദൈവത്തെ മറന്നു കളയുകയും ചെയ്യരുത്. സദൃശവാക്യങ്ങൾ 26-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം പറയുന്നു, നായ ഛർദ്ദിച്ചതിലേക്ക് വീണ്ടും തിരിയുന്നത് പോലെ ഭോഷന്മാരായ നമ്മള് വചനം കേൾക്കും, അത് കഴിഞ്ഞ് വീണ്ടും അത് മറന്നു കളഞ്ഞിട്ട് പഴയതിലേക്ക് തന്നെ തിരികെ പോകുന്നവരായി അധപ്പതിച്ചിരിക്കുന്നുവെന്ന് കർത്താവ് സങ്കടപ്പെടുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ നന്മയെ തിന്മയെന്നും വെളിച്ചത്തെ ഇരുളെന്നും മധുരത്തെ കയ്പെന്നും കയ്പിനെ മധുരമെന്നും ഒക്കെ മാറ്റി വിളിക്കുകയാണ്. ദൈവമാണ് നന്മ, ദൈവമാണ് വെളിച്ചം, ദൈവമാണ് മധുരം. നമുക്ക് ജീവൻ തന്ന് നമ്മളെ സംരക്ഷിക്കുന്ന, വേലി കെട്ടി നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കരുതി നല്ല തൈയായി നമ്മുടെ കുടുംബങ്ങളിൽ നമ്മെ നട്ടിരിക്കുമ്പോൾ നല്ല ഫലം കായ്ക്കുന്നവരായിരിക്കുക. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.